വേൾഡ് കപ്പ് ഒരു ഡ്രോയിലൂടെ തുടങ്ങിയിരിക്കുകയാണ്. ബ്രസീൽ മൊറോക്കനോട് 1-1 ഒരു ഡ്രോ പിടിച്ചു. ബ്രസീൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖം തരുന്നൊരു റിസൾട്ടല്ലത്. കാരണം അത്രയ്ക്ക് നല്ലൊരു പെർഫോമൻസ് ബ്രസീലിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ പറ്റിയില്ല. മൊറോക്കോ തന്നെയായിരുന്നു കളിയിൽ ബെറ്റർ സൈഡ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിൽ മൊറോക്കോ ശരിക്കും ബ്രസീലിനിട്ട് വെള്ളം കുടിപ്പിച്ചു എന്നാണ് പറയാം. ഫസ്റ്റ് ഗോൾ അടിക്കുന്ന മൊറോക്കോ ആണ്. ഇസ്മായിൽ സൈബറിയുടെ ഒരു അടിപൊളി ഫിനിഷിങ്ങിലൂടെയാണ് ഒരു ഫസ്റ്റ് ഗോള് മൊറോക്കോ നേടുന്നത്. അതിനുശേഷം 31-ാം മിനിറ്റിൽ വിനീഷ്യസിൻ്റെ ആ ഒരു ഗോൾ വന്നതിന് ശേഷമാണ് ബ്രസീൽ കളിയിലേക്ക് ഒന്ന് ഓണായത് അപ്പോഴാണ്. അതിനുശേഷം ലൂക്കസ് പക്കേറ്റയുടെ ഒരു ട്രൈ ഒക്കെ കാണാൻ പറ്റി. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ കളി മൊത്തം കൺട്രോൾ ചെയ്തത്, ഫസ്റ്റ് ഹാഫിലൊരു ബെറ്റർ സൈഡായിട്ട് തോന്നിയത് മൊറോക്കോ ആണ്. മിഡ്ഫീൽഡിൽ മൊറോക്കോൻ്റെ ആ ഒരു പ്ലെയറുടെ പെർഫോമൻസാണ് എടുത്തു പറയേണ്ടത്. അയൂബ് ബോവാഡി എന്ന് പറഞ്ഞാൽ 18 വയസ്സുള്ളൊരു പ്ലെയർ, ലില്ലേൻ്റെ പ്ലെയറാണ്. കിട്ടിയില്ല പെർഫോമൻസ് ആയിരുന്നു. ആൾ മാത്രമാണ് മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്തത്. ആളുടെ കയ്യിലായിരുന്നു മിഡ്ഫീൽഡ്. അത്രയും കാമായിട്ട് ആളുടെ ഡെബ്യൂ മാച്ചാണ് വേൾഡ് കപ്പിൽ. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ചെക്കൻ ഒരു രക്ഷയില്ലാതെ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്ത്, ചെക്കൻ്റെ കയ്യിലായിരുന്നു മിഡ്ഫീൽഡ് കളി കഴിയുന്നവരെ. ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നൊക്കെ ഈസി ആയിട്ട് ആൾ ബോൾ എടുത്ത് ഫ്രണ്ടിലോട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ വേൾഡ് കപ്പിൽ എല്ലാവരും ഉറ്റു നോക്കുന്നൊരു പ്ലെയർ ആയിരിക്കും ഇത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കളി കുറച്ച് ബോറിംഗ് ആയിരുന്നു തന്നെ അറിയാം. സെക്കൻഡ് ഹാഫിൽ മൊറോക്കനെ ഒന്നും ചെയ്യാൻ നോക്കിയില്ല. ബ്രസീലായിരുന്നു നല്ല രീതിക്ക് തുടങ്ങിയത് സെക്കൻഡ് ഹാഫ്. പക്ഷേ കാര്യമായിട്ടുള്ള ക്ലിയർ കട്ട് ചാൻസുകളൊന്നും ഇല്ലായിരുന്നു. ബ്രസീലിൻ്റെ മിഡ്ഫീൽഡ് തന്നെ അതാണ് പ്രശ്നം. മിഡ്ഫീൽഡിൽ നിന്ന് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒന്നും അറ്റാക്കിംഗ് തേർഡിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. ഈ നെയ്മറിൻ്റെ ഒരു മിസ് തന്നെയാണ്. നെയ്മർ വേണം. എത്ര നെയ്മർ ഇഞ്ചുറി ആണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നെയ്മർ വേണം. ബ്രസീലിൻ്റെ കളി വരണമെങ്കിലും നെയ്മർ വേണം. നെയ്മർ ഉണ്ടെങ്കിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകും ഒരു അറ്റാക്കിംഗ് തേർഡിലേക്ക് വരുമ്പോൾ. ലൂക്കസ് ബക്കറ്റൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ആളുടെ ഫസ്റ്റ് ഹാഫിലൊരു ട്രൈ ഉണ്ടായിരുന്നു, അത് നല്ലൊരു ട്രൈ ആയിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫിലൊരു ഹെഡർ തിയാഗോ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ഓപ്പൺ ഹെഡർ. അതും ഒരു ചാൻസ് ആയിരുന്നു ബ്രസീലിന്. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ ബ്രസീൽ ഈ മാച്ചിലെ പെർഫോമൻസ് പോരാ. ഒരു വലിയൊരു പ്രശ്നം തന്നെ മിഡ്ഫീൽഡിലൊക്കെ ഉണ്ട്. എന്തായാലും എങ്ങനെയായിരിക്കും വരുന്ന മാച്ചിലെ പെർഫോമൻസ് എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും മൊറോക്കോ ആയിരുന്നു ബെറ്റർ സൈഡ്. നല്ലൊരു തുടക്കം മൊറോക്കോക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കണ്ടെത്താം. ഗുഡ് ബൈ.